ഈ പറഞ്ഞ സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞൊരു അസുഖത്തിൽ നിന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവർ തന്ന മരുന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പല ഇന്റർവ്യൂസിലും ഒലാൻസപ്പൈൻ നിന്റെ അടുത്ത് ആദ്യം പറഞ്ഞ മെഡിസിന്റെ പേര്. അപ്പോൾ ഒലാൻസപ്പൈന് 10 mg ഈ പറയുന്ന വേറെ ഏത് സാധനം ലോനാസപ്പൈൻ അങ്ങനെ എന്തോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ മയങ്ങും, നമ്മൾ ഹെൽത്ത് ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറയടാ ഇതൊന്നും ചുമ്മാ ഗൂഗിൾ ചെയ്യടാന്ന് പറഞ്ഞു. ആദ്യത്തെ 2 സെറ്റ് ഓരോ മെഡിസിൻ ആയിട്ട് വന്നത് നമുക്ക് മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റിയില്ല. ഇവര് രണ്ടാമത് കൊണ്ട് സെറ്റ് 2 മരുന്ന് ഒരുമിച്ചാണ്, അപ്പൊ പേര് വായിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ചുമ്മാ ഗൂഗിൾ ചെയ്യടാന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഗൂഗിൾ ചെയ്തിട്ട് അവൻ എന്നോട് നല്ല ചെക്കൻ വീണ്ടും പറയും, അവൻ ഗൂഗിൾ ചെയ്തിട്ട് അവനോട് പറഞ്ഞു ചേട്ടാ ഈ മരുന്ന് കഴിക്കണ്ട, ചേട്ടാ ഇത് കഴിക്കണ്ട എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ ശരിയടാ. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ച് കോൺവെർസേഷൻ ഇല്ലായിരുന്നു. അവൻ ഞാൻ ഈ മരുന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കളയുന്നത് കണ്ടാലും അവൻ ഇഗ്നോർ ചെയ്ത് പോവുക, അവനത് മൈൻഡ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ അവനത് വിട്ട്. എന്നിട്ട് ഞാൻ ഈ എൻ്റെ ദൈവം എന്ന് അരുൾ ചെയ്തതുപോലെ എൻ്റെ പാൻറ്റിൻ്റെ നമ്മുടെ കോയിൻ പോക്കറ്റ് ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് ഞാൻ ഈ മരുന്നിൻ്റെ കവറും 1-2 മരുന്നും കയറ്റി വെച്ചു കഴിച്ചു എന്നുള്ള ബോധ്യപ്പെടുത്താൻ. അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ വീട്ടിലെ അലമാരിക്കകത്ത് ഞാൻ പൂട്ടി വെച്ചിട്ടുണ്ട് ആ മരുന്ന്. നമ്മുടെ ഓണം നമ്മുടെ മിൽമ.